ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 76ാമത് മന്ത്രമാണ് പഠിക്കേണ്ടത്. മന്ത്രമൊന്ന് ചൊല്ലാം. മണലളവറ്റു ചൊരിഞ്ഞ വാഭിയിന്മേൽ അണിയണിയായല വീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അഘമേ ബഹുരൂപമാക്കിയിടുന്നു. നിരന്തരം മണൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുളത്തിൻ്റെ മുകൾപ്പരപ്പിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി അലകൾ വീശിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ അസത്യകാര്യങ്ങൾ തുടരെ വീശി അന്തരാത്മാവിനെ ഉള്ളിൽ നാനാരൂപത്തിലാക്കുന്നു. ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം. മണൽ അളവറ്റ് ചൊരിഞ്ഞ വാബി എന്ന് പറഞ്ഞ കുളം. കുളത്തിൽ മണൽ ഇട്ടുകൊണ്ടേയിരുന്നാൽ ഓളങ്ങൾ ഉണ്ടാകുന്നു. നിശ്ചലമായ ജലാശയത്തിൽ എന്തെങ്കിലും ഒരു സാധനം അതിലേക്കിട്ടാൽ ആ ജലാശയത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഓളങ്ങൾ ഉണ്ടാകുന്നു, തീരത്തടുക്കുന്നു, പിന്നെയും ഓളങ്ങൾ ഉണ്ടാകും. ഒരു തരി ഇട്ടാൽ തന്നെ ഓളങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അളവറ്റ മണൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നിശ്ചലമായ ജലാശയത്തിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും. എന്തൊക്കെ അടിത്തട്ടിലുണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും പറ്റും. എന്നാൽ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണാൻ പറ്റില്ല. നാം ഉപരിതലത്തിൽ മാത്രം കാണുന്നു. നമ്മുടെ കാഴ്ച പരിമിതപ്പെടുത്തുന്നു, ഇല്ലാതാകുന്നു. ഗുരു പ്രപഞ്ച സത്യത്തെ നമ്മെ ബോധ്യപ്പെടുത്താൻ നല്ലൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരികയാണ്. നമുക്ക് ബോധ്യമുള്ളൊരു കാര്യം, ജലാശയത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ച. ആ കാര്യം ഉപയോഗിച്ച് നമുക്ക് ബോധ്യമില്ലാതെ ഒരു വസ്തുത ബോധ്യപ്പെടുത്താൻ ഗുരു ശ്രമിക്കുന്നു. ഇത് ഗുരുവിൻ്റെ അവതരണ ശൈലിയാണ്. നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ബോധ്യമാണ്. അത്തരം ഉദാഹരണങ്ങളിലൂടെ ഗുരു നമ്മെ ആത്മാനുഭവം ബോധ്യപ്പെടുത്തുന്നു. മണൽ കൂടുതൽ വീണുകൊണ്ടേയിരുന്നാൽ നിരന്തരം ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണുക ഒരിക്കലും സാധ്യമല്ല. കണ്ണിൻ്റെ കാഴ്ചയെ പരിമിതപ്പെടുത്തുന്നു. അതുപോലെ പ്രപഞ്ചത്തിലെ അസംഖ്യ വസ്തുക്കൾ ഉണ്ട് എന്ന ബോധം ജനിപ്പിക്കുന്നു. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്നും ഓരോ മനുഷ്യരെയും വ്യത്യസ്തമായി കാണാനാണ് നമുക്ക് എളുപ്പം. അതാണ് നാം ചെയ്യുന്നതും. എന്നാൽ വ്യത്യസ്തകൾക്കപ്പുറത്ത് ലോകത്തിലെ സകല മനുഷ്യരിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ചൈതന്യം അപ്രാപ്യമാണ്. വ്യത്യസ്തത നമ്മെ പ്രേരിപ്പിക്കുന്നു. വ്യത്യസ്തത ജലാശയത്തിലെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഓളത്തിന് സമാനമാണ്. ഓളം മാറിയ നിശ്ചലമായ ജലാശയത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, അവിടെ മുത്തും പവിഴവും കാണാം. സകലതിലും കുടികൊള്ളുന്നത് ഏകമായ ഉണ്മയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രപഞ്ചത്തിലെ സകലതും എന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അതെല്ലാം അനിത്യമായതാണ്. അനിത്യമായതെല്ലാം അസത്യമാണെന്ന് വിവേകം കൊണ്ട് നാം മനസ്സിലാക്കണം. അനിത്യാവസ്ഥ ആദ്യം ബോധ്യപ്പെട്ടാൽ അസത്യമാണെന്ന് മനസ്സിലാക്കാം. ഒരു സാധകൻ നിത്യ അനിത്യങ്ങളെ തരംതിരിച്ച് നിത്യത്തിലേക്ക് എത്തണം. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ സകലതിൻ്റെയും പൊരുളിനെ മനസ്സിലാക്കുക. പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെ അതിൻ്റെ അസത്യം കൊണ്ട് മറച്ചു വയ്ക്കുന്നു. വ്യത്യസ്തകളെ തിരിച്ചറിയുന്നതോടൊപ്പം ചൈതന്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഏകം സത്യം ന ദ്വിതീയം.
അതായത് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ മണൽ വീഴുന്നതിനനുസരിച്ച് തുടരെ തുടരെ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുപോലെ അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു. അനൃത പരമ്പര, അനൃതം അസത്യം, പരമ്പര സീരിയൽ, അസത്യത്തിൻ്റെ പരമ്പര, അസത്യത്തിൻ്റെ സീരിയൽ വീശി ഏകമായ അന്തരാത്മാവിനെ ഉള്ളിൽ ബഹുരൂപമാക്കിയിടുന്നു. അന്തരാത്മാവ് ഏകമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ബഹുരൂപമായി തീർന്നു. അസത്യത്തെ നാം സത്യമായി കരുതുന്നു. ചിലർ കള്ളം പറഞ്ഞാൽ നമുക്ക് തോന്നും അത് സത്യമാണെന്ന്. അസത്യത്തെ സത്യമാണെന്ന് വിചാരിക്കുന്ന തരത്തിൽ അവർ കള്ളം പറയുകയും ചെയ്യും. അസത്യം നിരന്തരമായി കേട്ടാൽ നാം അത് സത്യമായി കരുതുകയും ചെയ്യും. ഒരാളെ ഒരു സമൂഹത്തിൽ മോശക്കാരനായി വരുത്തണമെങ്കിൽ അയാളെക്കുറിച്ച് ഒരു തവണയല്ല പല തവണ പരമ്പരയായി മോശം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ സമൂഹം അത് വിശ്വസിക്കും. ഇത് സമൂഹ മനഃശാസ്ത്രമാണ്. ഈ കാലഘട്ടത്തിൽ ഗുരു ഈ അനൃത പരമ്പര എന്ന പ്രയോഗം പ്രയോഗിച്ചത് വളരെ വളരെ ശരിയായ രീതിയിലാണ്. കാരണം സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ കൂടുതലും സീരിയലിൽ കാണുന്ന അസത്യ പരമ്പരയാണ്. എന്തും നിരന്തരമാകുമ്പോൾ അത് ശരിയായിരിക്കും എന്ന് കാണുന്ന രീതി സമൂഹത്തിനുണ്ട്. ഗുരു പറയുന്നു, ഏകരൂപമായ സത്യത്തെ ബഹുരൂപമാക്കുകയാണ് പ്രപഞ്ചം ചെയ്യുന്നത്. എന്നാൽ ഗുരുക്കന്മാർക്കറിയാം എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഒരൊറ്റ സത്യമാണെന്ന്. പ്രപഞ്ചത്തിൻ്റെ നാനാത്വത്തിൽ നിന്ന് അതിൻ്റെ ഏകത്വത്തിലേക്ക് ഗുരു നമ്മെ നയിക്കുന്നു. സത്യത്തിന് മാറ്റമില്ല, വൃദ്ധിക്ഷയങ്ങളില്ല. ഏകം സത്യം ന ദ്വിതീയം. ആ സത്യം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചത്തിലാകമാനം സകല ചരാചരങ്ങളിൽ സത്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ സാഹോദര്യവും സ്നേഹവും ഉണ്ടാകുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഗുരു ജനിച്ചതും ഒക്കെ. അപ്പം ആ സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ട്രെയിൻ സംവിധാനം ഗുരുവിന് നല്ല ഇഷ്ടമായിരുന്നു. ബ്രിട്ടീഷുകാരൻ്റെ ട്രെയിൻ കൊള്ളാം എന്ന് ഗുരു പറയുന്നുണ്ടായിരുന്നു. അപ്പം ഗുരു പറഞ്ഞു, ട്രെയിനിൽ ടിക്കറ്റ് എടുത്താൽ ഏത് ക്ലാസ്സിലും ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. അവിടെ ജാതി ഭേദമില്ല. ഞാൻ സവർണൻ, നീ അവർണൻ എന്ന് പറഞ്ഞിട്ട് ജാതിയില്ല അവിടെ. നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ജാതിയുടെ പേരിൽ അന്നേരമൊക്കെ ഗുരുവിൻ്റെ സമയത്തൊക്കെ ജാതിയുടെ പേരിൽ വല്ലാതെ സമൂഹത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു വല്ലാതെ ഒരു രോഗമായിരുന്നു ജാതി വ്യവസ്ഥ. ഇപ്പം ട്രെയിനിൽ എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാലോ, സമസ്ത സുന്ദരമായ യാത്രയല്ലേ അത് എന്ന്. അതുകൊണ്ട് ഗുരുവിന് ട്രെയിൻ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കാലത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ശക്തമായ, അതായത് ആ കാലത്ത് ജാതിഭേദം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിഷേധമാണ് ഗുരു ഈ പറഞ്ഞത്. മനുഷ്യരെ വേർതിരിക്കുന്ന ഭാരതീയരുടെ ചില അർത്ഥശൂന്യമായ സംസ്കാരത്തെ ഗുരു വിരോധിച്ചിരുന്നു. സത്യം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണെന്നും ആത്മാവിൻ്റെ ബഹുരൂപങ്ങളാണ് ഈ കാണുന്നതെന്നൊക്കെ ഗുരു പറയുന്നു. ഏകമായ ആത്മാവിനെ തെറ്റിദ്ധരിപ്പിച്ച് അകമേ ബഹുരൂപമാക്കിയിടുന്നു. ആനൃത പരമ്പര അസത്യങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ച് സത്യത്തെ മറച്ചു അസത്യം സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരു അവതരിച്ചത്. ഗുരു ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, മനുഷ്യർ തമ്മിൽ വ്യത്യസ്തത ഉണ്ടാവാൻ കാരണം നമ്മുടെ അജ്ഞാനമാണെന്നും സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ സാമൂഹികമായ ചുറ്റുപാടുകൾ ഗുരു ഉണ്ടാക്കുകയും ചെയ്തു. ഗുരുപ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഗുരുപ്രസ്ഥാനങ്ങളും വേണ്ട വിധം അത് മനസ്സിലാക്കിയില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഗുരുവിൻ്റെ ഈ ഒരു കാര്യം ഒരു കാലഘട്ടം വരും. ഗുരുവിൻ്റെ ഈ ഉപദേശങ്ങളും
ഈ ബോധ്യപ്പെടുത്തലുകളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരും. മനുഷ്യർ മനുഷ്യരെ വേർതിരിക്കാതെ കാലമുണ്ടാകുമെന്നും ഇവിടെ അതിനുവേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ ഉണ്ടാകും എന്നും ഗുരു ആശിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. ഗുരുവിൻ്റെ ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രം മനസ്സിലാക്കി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കാൻ നമുക്കും പങ്കാളികളാവാം. അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.